ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ റിയൽ റിവ്യൂസ് വിത്ത് ഹിതാകിരൻ. ഞാനിപ്പോൾ കേരളയിലാണുള്ളത്. ഇത് എൻ്റെ വീട്ടിൽ തൃശ്ശൂരിലാണ്. നമ്മൾ ഇവിടുന്ന് ഇന്ന് പോകാൻ പോകുന്നത് കോയമ്പത്തൂരിലുള്ള ഇഷ യോഗ സെന്ററിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് കിടക്കാം. ഉച്ച കഴിഞ്ഞ് 12:30 കൂടിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. കുതിരാൻ ടണലും കടന്ന് കോയമ്പത്തൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 2:00 വിശപ്പിന്റെ വിളിയെത്തി. ആലത്തൂർ എരിമായൂരുള്ള ശരവണ ഭവനാണ് ഉച്ചഭക്ഷണത്തിനായി ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലം. നോൺ വെജ് ഫുഡ് വേണ്ടവർക്ക് തൊട്ടടുത്ത് തന്നെ മലബാർ റെസ്റ്റോറന്റും ഉണ്ടായിരുന്നു. റോഡ് സൈഡിലായി വിശാലമായ കാർ പാർക്കിംഗ് ഉള്ള സ്ഥലമായിരുന്നു കേട്ടോ അത്. ഫുഡ് ഓർഡർ ചെയ്ത് അധിക നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. നല്ല വെജിറ്റേറിയൻ താലി ഉണ്ടായിരുന്നു അവിടെ. 6 തരം കറികളും പപ്പടവും പഴവും പായസവും ഉണ്ടായിരുന്നു. കറികൾ എന്തെങ്കിലും വീണ്ടും വേണമെങ്കിൽ നമുക്ക് രണ്ടാമതും തരും. റൈസും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തിയും ചില്ലി ഗോപിയും പൊറോട്ടയും കൂടെ മേടിച്ചിരുന്നു. പൊറോട്ടയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. നല്ല ലെയറുകളിലായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയായിരുന്നു. അങ്ങനെ വയറ് നിറയെ ഫുഡും കഴിച്ച് റെസ്റ്റ് റൂമിലൊക്കെ പോയിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. 1 മണിക്കൂർ 33 മിനിറ്റുമാണ് ഇപ്പൊ കാണിക്കുന്നത്. പക്ഷെ വലിയൊരു ട്വിസ്റ്റ് വരാൻ പോകുന്നുണ്ട് കേട്ടോ. അത് വഴിയെ പറയാം. സമയം 3:30 കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് കരുതി MDS ബാഗ്സിൽ വണ്ടി നിർത്തി. ചായ കുടിയെല്ലാം കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് വീണ്ടും യാത്ര തുടങ്ങി. 11 മിനിറ്റും കൂടിയായി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താനായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ സ്ഥലത്തേക്ക് എടുക്കും തോറും ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ പണി പാളിയിട്ടുണ്ടെന്ന്. ഉടനെ വണ്ടി വഴിയിൽ ഒതുക്കിയിട്ട് അവിടെ ഫോൺ ചെയ്തിരുന്ന ഒരു ചേട്ടന്റെ അടുത്ത് വഴിയെല്ലാം ചോദിച്ചു. കറക്റ്റായിട്ട് ലൊക്കേഷൻ ഇട്ടപ്പോ 1 മണിക്കൂർ 4 മിനിറ്റും കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് എത്താനായിട്ട് കാണിക്കുന്നത്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തൂടെയുള്ള യാത്രയെല്ലാം കഴിഞ്ഞ് സമയം 5:30 എടുത്തപ്പോഴാണ് ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത്. പ്രൈവറ്റ് ട്രാൻസ്പോർട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു കവാടത്തിലൂടെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുക. പബ്ലിക് ബസ്സിലാണ് വരുന്നതെങ്കിൽ അതിനായി വേറെ വഴിയാണ്. വളരെ മനോഹരമായി ഈ കവാടവും കടന്നാണ് ഞങ്ങൾ പ്രൈവറ്റ് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നത്. ഒരുപാട് വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ദൂരെയായി ആദിയോഗിയുടെ സ്റ്റാച്ചു ഞങ്ങൾ കണ്ടു. നമ്മൾക്ക് അതിനടുത്തേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ വെള്ളിയാങ്കിരി മലനിരകളുടെ പശ്ചാത്തലത്തിലാണ് ആദിയോഗി സ്റ്റാച്ചു നിൽക്കുന്നത്. ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയ സമയത്ത് വെയിലൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നല്ല പൊടിക്കാറ്റുണ്ടായിരുന്നു. താഴെ നിന്ന് പൊടികളെല്ലാം അന്തരീക്ഷത്തിലേക്ക് പറന്നുയർന്നു വരുന്നുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ 112 അടി ഉയരവും 147 അടി നീളവും 82 അടി വീതിയുമുള്ള ശിവന്റെ തിരുനാമത്തോടു കൂടിയുള്ള സ്റ്റീൽ കൊണ്ടുള്ള പ്രതിമയാണ് ആദിയോഗി ശിവപ്രതിമ. ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണിത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അംഗീകരിച്ചിട്ടുള്ളതാണിത്. വളരെ മനോഹരമായ വാഴത്തോട്ടവും തെങ്ങിൻ തോപ്പുകളും കവുങ്ങുംതോട്ടവും നമുക്ക് കാണാം. മലനിരകളുടെ കാഴ്ച സ്റ്റാച്യുവിന്റെ ഭംഗി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു. നടക്കുന്ന വഴിയിൽ ഒരുപാട് കന്നുകാലികളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതിയോട് ഒരുപാട് ഇടങ്ങിക്കിടക്കുന്ന സ്ഥലമാണിത്. ഇഷ ഫൗണ്ടേഷന്റെ സ്ഥാപകനും തലവനുമായ ആത്മീയാചാര്യൻ ജഗ്ഗി വാസുദേവ് എന്ന സദ്ഗുരു രൂപകൽപ്പന ചെയ്തതാണ് ഈ പ്രതിമ. അവിടെ വലിയൊരു ബോർഡിലായി സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുടെ പേരും സമയവുമെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2017 ഫെബ്രുവരി 24 മഹാശിവരാത്രി ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദിയോഗി പ്രതിമ ഉദ്ഘാടനം ചെയ്തത്. കാളവണ്ടിയിൽ ഒരുപാട് ആളുകൾ വരുന്നതും പോകുന്നതുമായി ഞങ്ങൾ ശ്രദ്ധിച്ചു. അതെന്താണെങ്കിൽ ഇഷ യോഗ സെന്ററിൽ നിന്ന് വരുന്ന ആളുകളാണ്. ആദിയോഗിയുടെ സ്റ്റാച്യുവും ഇഷ യോഗ സെന്ററും തമ്മിൽ ഏകദേശം 1/2 കിലോമീറ്ററോളം ദൂരമുണ്ട്. നടക്കേണ്ടവർക്ക് നടക്കാം, അല്ലാത്തവർക്കായി വളരെ കുറഞ്ഞ നിരക്കിൽ കാളവണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഉച്ച സമയത്താണ് വന്നിരുന്നെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടായേനെ. പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് നല്ല കാലാവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ നടക്കുകയാണ് ചെയ്തത്. ആദിയോഗി സ്റ്റാച്യുവിന്റെ ഉയരം 112 അടിയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. 112 എന്ന നമ്പർ പ്രതീകപ്പെടുത്തുന്നത് യോഗ സംസ്കാരത്തിൽ പരാമർശിച്ചിട്ടുള്ള മോക്ഷം നേടാനുള്ള 112 സാധ്യതകളെയും മനുഷ്യവ്യവസ്ഥയിലെ 112 ചക്രങ്ങളെയുമാണ്. ഞങ്ങൾ നടക്കുന്നതിന്റെ ഇരുവശങ്ങളിലുമുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. ഒരുപാട് ഭക്ഷണശാലകൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ നടന്ന് എത്താൻ പോകുന്നത് ശിവഭഗവാന്റെ മനോഹരമായിട്ടൊരു പ്രതിമ കാണുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിന് സൈഡിലായിട്ട് നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗും മൊബൈൽ ഫോണും ഒക്കെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതൊന്നും ഇഷ യോഗ സെന്ററിന്റെ അകത്തോട്ട് കടത്തിവിടില്ല. അതിനാൽ തന്നെ അതിനുള്ളിലുണ്ടായിരുന്ന ധ്യാനലിംഗത്തിന്റെയും ലിംഗഭൈരവി ക്ഷേത്രവും സൂര്യകുണ്ട് ചന്ദ്രകുണ്ട് എന്നീ തീർത്ഥക്കുളങ്ങളുടെ ദൃശ്യങ്ങളൊന്നും പകർത്തുവാനായിട്ട് സാധിച്ചില്ല. നടന്ന് ശിവന്റെ പ്രതിമയുടെ അടുത്തോട്ട് ഞങ്ങൾ എത്തിച്ചേർന്നു. ഈ മനോഹരമായ കവാടത്തിനുള്ളിലൂടെയായിരുന്നു ഇഷ യോഗ സെന്ററിനുള്ളിലോട്ട് ഞങ്ങൾ കയറിയത്. അതിനുള്ളിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴേക്കും സമയം 7:45 അതുകൊണ്ട് തന്നെ ആദിയോഗി ദിവ്യദർശനം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. ആദിയോഗിയുടെ കഥയും യോഗയുടെ ശാസ്ത്രം മനുഷ്യർക്ക് എങ്ങനെ നൽകപ്പെട്ടു എന്നതും വിവരിക്കുന്ന 3D ലേസർ ഷോ ആയിരുന്നു അത്. 2019 മഹാശിവരാത്രിയിൽ രാഷ്ട്രപതിയായിരുന്ന ശ്രീ രാംനാഥ് കോവിന്ദാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. രാത്രി 8:15 ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി.
ആദിയോഗി ദിവ്യദർശനം കാണാൻ സാധിച്ചില്ല എന്ന് ചെറിയൊരു വിഷമമുണ്ടെങ്കിലും സമയവും സന്ദർഭവും ഒത്തുവരികയാണെങ്കിൽ വീണ്ടും വരാമെന്ന് കരുതുന്നു. പോകുന്ന വഴിയിൽ അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോഴുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് കേട്ടോ ഇത്. രാത്രിയായപ്പോൾ ഭക്ഷണം കഴിക്കാൻ നല്ലൊരു സ്ഥലം തേടിയിട്ടുള്ള തിരച്ചിലായിരുന്നു. അവസാനം എത്തിച്ചേർന്നത് അന്നപൂർണയിലാണ്. ഫുഡ് കഴിക്കാനായിട്ട് കയറിയിരുന്നു. ഒരു ചേച്ചി വന്ന് ഓർഡർ എല്ലാം എടുത്തിട്ട് പോയി. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നുവെങ്കിലും നല്ല പൂരി മസാലയും നെയ് റോസ്റ്റും മസാല ദോശയും റവ ദോശയും എല്ലാം കഴിച്ചു. അതിനുശേഷം മധുരത്തിനായി രസമലായും ബ്രൗണിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്കും കഴിച്ചു. വാട്ടർമെലൻ ജ്യൂസോടുകൂടെ വൈകിട്ടത്തെ ഫുഡെല്ലാം അവസാനിപ്പിച്ചു. വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സും സ്നാക്സും അവിടെ ഉണ്ടായിരുന്നു. യാത്രാമധ്യേ നമുക്ക് കഴിക്കുവാനായിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം അവിടെ നിന്ന് വാങ്ങി സ്റ്റോക്ക് ചെയ്തു. ഏട്ടൻ കാർ എടുക്കാനായിട്ട് താഴേക്ക് പോയിരിക്കുകയാണ്. റോഡ് സൈഡിൽ ആയതുകൊണ്ട് തന്നെ എത്തിച്ചേരാൻ എളുപ്പവും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവുമാണ് ഈ ഒരു ഹോട്ടലിന്റെ പ്രത്യേകതയായി ഞങ്ങൾക്ക് തോന്നിയത്. രാത്രി 10:30 ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. വീണ്ടും യാത്ര തുടങ്ങി. ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം രാത്രി സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കലാണ്. അതും അടുത്തതായിട്ട് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത് തന്നെ ആവും വേണം ആ ഹോട്ടൽ. അങ്ങനെ പിറ്റേ ദിവസം, അതായത് പാതിരാത്രി 12:30 ഞങ്ങൾ ഹോട്ടലിൽ എത്തിച്ചേർന്നു. എവിടേക്കാണ് ഞങ്ങൾ പോയത് എന്നതിന്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലൂ കിട്ടും. ഏതാണ് സ്ഥലമെന്ന് മനസ്സിലായവര് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ. ഞങ്ങൾ പോയ സ്ഥലങ്ങളുടെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ക്ലൂ ഇതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. എൻഡ് സ്ക്രീനിൽ കുറച്ച് വീഡിയോസ് കൊടുക്കുന്നുണ്ട് കാണാത്തവർക്കായി. കാണാത്തവരുണ്ടെങ്കിൽ കാണണേ.